കേരള നിയമസഭാ ചരിത്രത്തിൽ ആദ്യമായി സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ബി.ജെ.പി. നാളെ സഭയിൽ സ്പീക്കറെ തെരഞ്ഞെടുക്കാൻ വോട്ടെടുപ്പ് നടക്കും. തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് യു.ഡി.എഫിന്റെ സ്പീക്കർ സ്ഥാനാർത്ഥി. എൽ.ഡി.എഫിന്റെ സ്പീക്കർ സ്ഥാനാർത്ഥി എ.സി. മൊയ്തീനാണ്. ചാത്തന്നൂർ എം.എൽ.എ. ബി ഗോപകുമാറാണ് ബി.ജെ.പിയുടെ സ്പീക്കർ സ്ഥാനാർത്ഥി. ആർ റോഷിപാൽ വിവരങ്ങളുമായി ചേരുകയാണ്. റോഷിപാൽ, നാമനിർദ്ദേശ പത്രിക അടക്കം നൽകിയിരിക്കുന്നു. പിന്നോട്ടില്ല എന്ന രാഷ്ട്രീയ സന്ദേശമാണ് ബി.ജെ.പി. സ്പീക്കർ തെരഞ്ഞെടുപ്പിലൂടെ പങ്കെടുക്കുന്നതിലൂടെ നൽകുന്നത്. അതും അങ്ങനെ തന്നെയാണ്. ബി.ജെ.പിക്ക് ഇത്തവണ 3 അംഗങ്ങളാണ് നിയമസഭയിൽ. അത് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയാണ്. മുൻ കേന്ദ്രമന്ത്രിയും ബി.ജെ.പിയുടെ മുതിർന്ന നേതാവുമായ വി മുരളീധരനുമുണ്ട്. ഈ സാഹചര്യത്തിലാണ് പ്രതിപക്ഷത്തിനും ഭരണപക്ഷത്തിനുമെതിരെ ഒരു 3ാം ശക്തി എന്ന നിലയിൽ ഒരു തിരുത്തൽ ശക്തിയായി നിയമസഭയിൽ മാറുമെന്ന് സന്ദേശം നൽകുന്ന രീതിയിൽ സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ എൻ.ഡി.എ നിർത്തുന്നത്. ഇന്ന് തന്നെ നാമനിർദ്ദേശ പത്രിക സ്പീക്കർ പ്രോട്ടം സ്പീക്കർക്ക് സമർപ്പിച്ചു കഴിഞ്ഞു. ബി ഗോപകുമാറാണ് എൻ.ഡി.എയുടെ സ്പീക്കർ സ്ഥാനാർത്ഥി. എ.സി. മൊയ്തീൻ എൽ.ഡി.എഫിന്റെ സ്പീക്കർ സ്ഥാനാർത്ഥിയാണ്. ഇരുവരും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. യു.ഡി.എഫിന്റെ സ്പീക്കർ സ്ഥാനാർത്ഥി തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. നിലവിൽ സാഹചര്യത്തിൽ 102 അംഗങ്ങളുടെ ഫലം അത് യു.ഡി.എഫിനുണ്ട്. അതുകൊണ്ട് തന്നെ യു.ഡി.എഫിന് സ്പീക്കറെ വിജയിപ്പിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസമുണ്ട്. 3 അംഗങ്ങൾ മാത്രമുള്ള എൻ.ഡി.എ ഒരു രാഷ്ട്രീയ സന്ദേശം കൂടി നൽകുന്നു എന്ന് തന്നെയാണ്. കാരണം നേരത്തെ അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒറ്റ അംഗമുണ്ടായിരുന്ന സമയം ഒ രാജഗോപാലിന്റെ സമയത്താണ് അന്ന് സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ എടുത്ത നിലപാട് വലിയ വിവാദവും ചർച്ചയുമായതാണ്. അങ്ങനെ ഒരു വിവാദമാക്കേണ്ട എന്ന് മാത്രമല്ല, ഇനി അങ്ങോട്ട് ഇരു മുന്നണികളും കരുതിയിരിക്കുക എന്ന ഒരു സന്ദേശം കൂടി അവിടെ ബി.ജെ.പി. നൽകുന്നുണ്ട്. ഏതായാലും കാത്തിരിക്കാം ഇനിയുള്ള ദിവസങ്ങൾ. നിയമസഭാ സമ്മേളനം 29-ന് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ ആരംഭിക്കുമ്പോൾ 3 ദിവസം പിന്നീട് നയപ്രഖ്യാപന പ്രസംഗത്തിന് നന്ദി പ്രമേയ ചർച്ചയുണ്ട്. ബജറ്റ് ഏതായാലും ഈ തവണ ഉണ്ടാകില്ല എന്ന സൂചനയാണ്. പിന്നീടായിരിക്കും ബജറ്റ് ഉണ്ടാവുക. ആർ റോഷിപാൽ വിവരങ്ങൾ നൽകിയത്.